പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാന വിശ്വാസത്തിലേക്ക് നമ്മളെ ഉണർത്തുന്ന കൂദാശയാണ്. വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ കൂദാശയാണ് എന്ന് തിരുസഭ അനേകവട്ടം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയമുള്ളവരെ, വചനം ഒരിക്കൽ കൂടി കേൾക്കാം. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ജീവിക്കുന്ന ദൈവം വിശുദ്ധ കുർബാനയിലാണുള്ളത്. ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും ഇന്ന് അനേകര് അകന്നു കഴിയുന്നത് വിശ്വാസരാഹിത്യം കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അനുഭവം ഇല്ലാതാവുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ഭക്തിപൂർവം അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തവർക്ക് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഭക്തിയോടുകൂടി ആരാധനയിലായിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാനുള്ള അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്? ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: വിശ്വസിക്കുന്നവനായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചവനായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു. എന്താണ് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത? റോമാലേഖനം 4-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്: അബ്രാഹാം പ്രായാധിക്യം ഉള്ള വ്യക്തിയായിരുന്നിട്ടും ഒരു മകനെ ദൈവം നൽകുമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനം താമസിച്ചിട്ടും അവൻ ആ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയില്ല. തന്റെ ഭാര്യയായ സാറായുടെ ഗർഭപാത്രം വന്ധ്യമാണെന്നറിഞ്ഞിട്ടും അതുപോലെ തന്നെ താൻ പ്രായാധിക്യത്താൽ മൃതപ്രായനായി മാറിയിരിക്കുന്നു, വയസ്സായി എന്ന് മനസ്സിലാക്കിയിട്ടും മാനുഷിക ബുദ്ധി കൊണ്ട് സംശയിക്കാമായിരുന്ന സാഹചര്യങ്ങളിൽ അബ്രഹാം ഒരിക്കലും ദൈവത്തെ സംശയിച്ചില്ല, ദൈവത്തിനെതിരെ സംസാരിച്ചില്ല, ദൈവത്തിനെതിരെ പ്രവർത്തിച്ചില്ല. ഇതാണ് അബ്രഹാത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത. അപ്പോൾ വിശ്വസിക്കുന്നവരായ നമ്മൾ അബ്രഹാത്തോടൊപ്പം അതേ നിലവാരത്തിൽ വിശ്വസിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, വിശ്വാസത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. വിശ്വാസം ഉപേക്ഷിക്കുന്ന അനേക മക്കളുണ്ട്, വിശ്വാസത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരുണ്ട്. പ്രാക്ടിക്കൽ എത്തയിസം ഇന്ന് ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ പ്രായോഗിക നിരീശ്വരവാദത്തിന്റെ മേഖലകളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വിശ്വാസത്തോടുകൂടി ആയിരുന്ന് അബ്രാഹത്തോടൊപ്പം നമുക്കും അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യ